Hi friends, welcome back to Zariga's World YouTube channel. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണോ? ഉടൻ തന്നെ സബ്സ്ക്രൈബ് എന്ന പേരിലുള്ള റെഡ് കളർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആണ്. എല്ലാവർക്കും ഒരു യൂസ്ഫുൾ വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ബേസിക് സയൻസ് 6ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസ് ചാപ്റ്റർ 3, അതായത് ഫ്ലവർ ടു ഫ്ലവർ, ചാപ്റ്റർ നമ്പർ 3 ഫ്ലവർ ടു ഫ്ലവർ, ഈ പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. പാർട്ട് 1 വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അല്ലേ? അതെ. സോ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അത് തന്നെയാണ് നല്ലത്, കണ്ടിന്യൂ തന്നെ ചെയ്യാം. സോ പോളൻ ഗ്രെയിൻസ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും നോക്കുക, ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യാം. നമുക്കില്ല പാരഗ്രാഫ്. ഹൗ ഡസ് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ occur in the flower? Now you are familiar with the important part of the function of a flower. Now let us observe flowers more closely. Most often the pollen of the flowers stick on to our hand. Place the pollen on a slide and observe it through a microscope. അപ്പോൾ അവിടെ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കാണാം. നമ്മളതിന് ചെയ്യണമെന്നില്ല, അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ സ്ഥിതിക്ക്. സോ നമ്മൾ ജസ്റ്റ് ഒരു പൂവിൻ്റെ എന്താണ് പാർട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും, നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ. പോളൻസ് ആർ ഓൾസോ നോൺ ആസ് പോളൻ ഗ്രെയിൻസ്. ടേക്ക് എ ഫ്ലവർ and observe which androecium and gynoecium using a hand lens. Can you see part given below? Draw and label in your science diary. അപ്പോൾ ഇതാണ് കാണാലോ ഗൈനീഷ്യ. ഗൈനീഷ്യത്തിന് 3 മെയിൻ പാർട്സ് ആണുള്ളത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിക്കകത്ത് കാണുന്ന എഗ്ഗ് പോലെയുള്ള ആ ഒരു വസ്തുവിനെ പറയാണ് ഒവ്യൂൾ. അപ്പോൾ അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, എഗ് ഈസ് സീൻ ഇൻ ദ ഒവ്യൂൾ ഇൻസൈഡ് ദ ഓവറി. അതുപോലെ നെക്സ്റ്റ് ആൻഡ്രീഷ്യത്തിൻ്റെ 2 പാർട്ട് ആൻതറും ഫിലമെൻറ്റും ആണ്. അപ്പോൾ അത് മെയിൽ ഗെമേറ്റ് ഈസ് സീൻ ഇൻ ദ പോളൻ ഗ്രെയിൻ ഫൗണ്ട് ഇൻ ദ ആൻതർ ഓഫ് ദ ആൻഡ്രീഷ്യം. അങ്ങനെ ഒരു നോട്ടുണ്ട്, വായിച്ചു നോക്കുക. നമ്മൾ നോട്ട് എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. ഇതുപോലെ ഉണ്ടാവും. കാരണം ഇവിടെ നമുക്കിങ്ങനെ ഒരു പോയിന്റ് വൈസ് രീതിയിലും ആൻഡ്രീഷ്യത്തിനും ഗൈനീഷ്യത്തിനൊക്കെ എഴുതാനൊക്കെ സാധിക്കും. നോക്കാം. Androecium is the male reproductive part of the flower. Androecium is the male reproductive part of the flower. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Gynoecium is the female reproductive part of the flower. Gynoecium is the female reproductive part of the flower. പിന്നെ നമുക്ക് വരുന്ന നോക്കൂ. These are the 2 main parts participating in the reproduction. Reproduction എന്ന പ്രോസസ്സിൽ പങ്കെടുക്കുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. നമുക്ക് മറ്റൊരു നോട്ട് നോക്കാം. ആൻഡ്രീഷ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 33 കൊടുത്ത നോട്ട് ശ്രദ്ധിക്കുക, ചിത്രം ശ്രദ്ധിക്കാം. ചിത്രം ശ്രദ്ധിച്ചതിന് ശേഷം ഈ നോട്ട്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്റ്റേമെൻസ്.
stamens have two parts, filament and anther. Male gamete is seen in the pollen grain found in anther of the androecium. Consists of large number of stamens. ഈ വരിയാണ് അത് കേട്ടോ. അപ്പം ഒരുപാട് സ്റ്റേമെൻസ് കൂടിയതാണ് ഒരു ആൻഡ്രീഷ്യം. സ്റ്റേമെൻസ് ഹാവ് ടു പാർട്സ്. സ്റ്റേമെൻസിന് തന്നെ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഫിലമെന്റ് ഒന്നാണ്, അതുപോലെ ആന്തർ മറ്റൊന്നാണ്. ഫിലമെന്റ് ആൻഡ് ആന്തർ. മെയിൽ ഗമേറ്റ് പോളൻ ഗ്രെയിൻസ് ആണ് കാണപ്പെടുന്നത്. പോളൻ ഗ്രെയിൻ കാണപ്പെടുന്നത് ആന്തറിലാണ്. ആന്തർ കാണപ്പെടുന്നത് ആൻഡ്രീഷ്യത്തിലാണ്. അപ്പോൾ ആ നോട്ടാണ് പ്രധാനപ്പെട്ട ഒരു നോട്ട് തന്നെയാണ്, അതെന്തായാലും എഴുതിയെടുക്കുക. പിന്നെ നമുക്ക് അടുത്തത് ഗൈനീഷ്യാണ് കേട്ടോ. The main part of gynecium is stigma, style, ovary. ഗൈനീഷ്യത്തിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉള്ളത്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇൻസൈഡ് ദ ഓവറി വി ക്യാൻ സീ ഒവ്യൂൾ. ഒവ്യൂള് ഓവറിക്ക് അകത്താണ് കാണുന്നത്. എഗ് ഈസ് സീൻ ഇൻ ദ ഒവ്യൂൾ ഇൻസൈഡ് ദ ഓവറി. ഒരു മുട്ട മാതിരിയുള്ള ഒവ്യൂള് ഓവറിയുടെ ഉൾഭാഗത്താണ് കാണപ്പെടുന്നത്. ഈ നോട്ടും എന്തായാലും എഴുതിയെടുക്കുക. ചിത്രം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പേജ് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. ചിത്രം നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക. ആ പേജ് നമ്മൾ 33 കേട്ടോ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് 33. എന്തായാലും അത് വായിച്ചു നോക്കിയതിന് ശേഷം ഈ നോട്ട്സൊക്കെ എഴുതിയെടുക്കാം. നിങ്ങൾക്ക് മറ്റൊരു വർക്ക്ഷീറ്റ് ഉണ്ട് ഇവിടെ. അതിന് മുൻപ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കാം. പോളൻ ഗ്രെയിൻ ഓഫ് ഫ്ലവേഴ്സ് where we can see the pollen grains of flowers. We can see in the anther of the stamens, which is part of androecium. Anther and filaments are the main two part of stamens, which is the part of androecium. അത് നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ ജസ്റ്റ് ഒരു ചോദ്യ രൂപത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം എന്ന് ഒരർത്ഥത്തിൽ കൊടുത്തതാണ്. അടുത്തത് ഒരു വർക്ക്ഷീറ്റാണ് കേട്ടോ. ടേക്ക് എ ഫ്ലവർ ആൻഡ് ഒബ്സർവ് ഇറ്റ്സ് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം യൂസിങ് എ ഹാൻഡ് ലെങ്സ്. ഡ്രോ ആൻഡ് ലേബൽ ദ ഒബ്സർവ്ഡ് പാർട്ട് ഇൻ യുവർ സയൻസ് ബുക്ക്. നിങ്ങൾ സയൻസ് നോട്ട്ബുക്കോ സയൻസ് ഡയറിയോ ഉണ്ടെങ്കിൽ അതിൽ ഈ വർക്ക്ഷീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ പേജ് 33 തന്നെ അങ്ങനത്തെ ഒരു വർക്ക്ഷീറ്റിൻ്റെ രൂപത്തിൽ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കാം. ഗൈനീഷ്യം വരക്കുക നോട്ടിൽ, എന്നിട്ട് ഇതൊക്കെ ചെയ്ത് വെക്കാം. ഇതിൻ്റെ പാർട്സൊക്കെ ലേബൽ ചെയ്തിട്ട് വെക്കണം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് 33 ഗൈനീഷ്യം ആൻഡ്രീഷ്യം എന്ന് കാണില്ലേ, അത് അതുപോലെ നോട്ട്ബുക്കിൽ ചെയ്ത് വെച്ചാൽ മതി. സയൻസ് ഡയറിയോ സയൻസ് ബുക്കിലോ ചെയ്ത് വെച്ചാൽ മതി. അത് തന്നെയാണ് ഈ വർക്ക്ഷീറ്റിനുള്ള ഒരു ഉത്തരം. സോ നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ കൂട്ടുകാരെ. ഈ പേജിൽ ഇൻസൈഡ് ദ ഫ്ലവർ എന്ന ഒരു പാർട്ടാണ് കാണുന്നത്. പേജ് നമ്പർ 34 ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. ഒബ്സർവ് ഫ്ലവേഴ്സ് ഓഫ് പംകിൻ, കുക്കുംബർ, ഹിബിസ്കസ്, bitter gourd, zora, clitoria and snake gourd using a hand length. Can you see the androecium and the gynecium? സോ നമുക്കിവിടെ കുറച്ച് ഫ്ലവേഴ്സ് കാണുന്നുണ്ടല്ലോ. ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് എന്നും ഒബ്സർവ് ചെയ്യാനുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെയ്യാനും നമുക്ക് സാധിക്കും സ്വന്തമായ രീതിയിൽ. താൽക്കാലിക രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 പൂക്കളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കണ്ടോ, ഒലിയാൻഡർ. അപ്പോൾ ഈ ഒലിയാൻഡറിന് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്. അപ്പോൾ ആ ഒരു ചെടിയിൽ ഈ ഒറ്റ പൂവ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഒലിയാൻഡറിന് ഈ ഒരു എന്താണ് ഷേപ്പിലുള്ള ആകൃതിയിലുള്ള പൂക്കൾ തന്നെയാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരേ മാതിരിയുള്ള. അപ്പോൾ അടുത്ത ചിത്രം നമുക്ക് കാണാം. പംകിൻ, മത്തങ്ങ. ഈ മത്തങ്ങക്ക്
പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പംകിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പംകിൻ ചെടിയിൽ തന്നെ അല്ലെങ്കിൽ പംകിൻ പ്ലാന്റിൽ തന്നെ 2 ടൈപ്പ് പൂക്കൾ കാണാം. ഒന്ന് ഈ ടൈപ്പ് പൂവും ഒന്ന് ഈ ടൈപ്പ് പൂവും. 2 ടൈപ്പ് പൂവ് കാണാം. രണ്ടും വ്യത്യസ്ത പൂക്കളാണ്. ഒന്നിൽ ആൻഡ്രീഷ്യം മാത്രമേ കാണാൻ കഴിയൂ, ഒന്നിൽ ഗൈനീഷ്യം മാത്രമേ കാണാൻ കഴിയൂ. എങ്കിൽ നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഈ ഒലിയാണ്ടറിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരേ പൂവിൽ തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെമ്പരത്തിയും ഒക്കെ. അടുത്ത നോക്കൂ, ബിറ്റർ ഗാർഡ്. ഈ ബിറ്റർ ഗാർഡിന്റെ പ്രത്യേകതയും ഇതിൽ പംകിന് പറഞ്ഞ അതേ പ്രത്യേകതയാണ്. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും വ്യത്യസ്ത പൂക്കളിൽ ഒരേ ചെടിയിൽ തന്നെ കാണാൻ കഴിയുന്നതാണ് ഈ ബിറ്റർ ഗാർഡിൻ്റെതും പംകിൻ്റെതും ഒക്കെയായ പ്രത്യേകതകൾ. നമുക്ക് മറ്റൊരു ക്ലിറ്റോറിയ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പൂവ് കാണാം. നോക്കൂ, ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും ഒരേ പൂവിൽ തന്നെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഒലിയാണ്ടറിനെ കണക്കെയാണ് ക്ലിറ്റോറിയ. അടുത്തത് നമുക്കൊരു വർക്ക്ഷീറ്റ് പോലെ ഒരു ഹോംവർക്ക് ഉണ്ട്. എന്താണ്? ക്ലാസിഫൈ ദ ഫ്ലവേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ് ആസ് ഇൻഡിക്കേറ്റഡ് ബിൽ. അപ്പോൾ ഇവിടെ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും ഒരേ പൂവിൽ ഉള്ളത്, ഒന്ന് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും വ്യത്യസ്ത പൂവിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു നോട്ട് കൊടുക്കാം. ക്ലിറ്റോറിയ, ഒലിയാണ്ടർ, ഇക്സോര, ഷൂ ഫ്ലവർ. അപ്പം ഇതൊക്കെ എക്സാമ്പിൾ കൊടുക്കും. അടുത്തത് പംകിൻ, ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ്, കുക്കുംബർ. അടുത്തൊരു നോട്ട് നമുക്ക് വായിച്ചു നോക്കാം. Flowers that have only androecium are male flowers, and those which only gynoecium are female flowers. Pumpkin, cucumber, bitter gourd, snake gourd, and ash gourd, coconut, and aconite trees have both male and female flowers. ഇത്രയാണ് ഈ ഒരു പേജിൽ പറയുന്നത്. അടുത്ത പേജ് സീഡ് ഫോർമേഷൻ. അപ്പോൾ സീഡ് ഫോർമേഷൻ്റെ നോട്ട്. There are certain processes behind the seed formation. The male gametes from the pollen grain should reach the ovary and fuse with egg. Fusion of male gametes with the egg is called that fertilization. Plants and fruits is formed in plants after fertilization. ഉണ്ടോ? ഈ നോട്ട് എന്തായാലും വായിച്ചു നോക്കുക. പിന്നെ ഈ ബോക്സ് ഒക്കെ എന്തായാലും നിങ്ങളൊന്ന് വായിച്ചു. അത് നമുക്കങ്ങനെ പ്രധാനപ്പെട്ടതല്ലെങ്കിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ആ നോട്ട് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും വായിച്ചു നോക്കാം കേട്ടോ. നമുക്കിവിടെ കാണാം സീഡ് ഫോർമേഷൻ്റെ ഒരു ബോക്സ് നമ്മൾ അവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബോക്സ് എന്നല്ല, ഒരു രീതിയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചോദ്യ രൂപമാണ് ഹൗ ഡസ് സീഡ്സ് ആർ ഫോംഡ് ഇൻ ഫ്ലവേഴ്സ്. There are certain processes behind these. The male gamete from the pollen grain should reach the ovary and fuse with the egg. Fusion of male gamete with the egg is called fertilization. Fruits is formed in plants after fertilization. First the pollen grains and the anther should reach the stigma for fertilization. From that the male gamete should reach the ovary. അപ്പം അത് ശേഷം കുറച്ച് ചോദ്യം വരുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ. നോക്കൂ. Where do we see male gametes? Where do we see egg? What is fertilization? അങ്ങനെയുള്ള ചോദ്യങ്ങൾ. നോക്കൂ ആദ്യത്തത്. എൻ്റെ ഉത്തരം male gamete is seen in the pollen grain found in the anther of androecium. ഒത്തിരി തവണ നമ്മൾ മുൻപത്തെ ഓരോ പോയിന്റിലും ഓരോ പേജിലും നമ്മൾ വായിച്ചെടുത്ത കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ചോദ്യവും ഈ ഉത്തരവും നമ്മൾ ഒരുപാട് വായിച്ചു, ഏകദേശം പഠിച്ചു എന്ന് തന്നെ പറയാം. അത്രയും തവണ നമ്മൾ വായിച്ചു. ഇത് എന്താണ് മെയിൽ ഗമേറ്റ്, എന്താണ് ആൻഡ്രീഷ്യം, എന്താണ്
ആൻഡ് ദർ ഫിലമെൻറ്റ്, അതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അടുത്തത് എഗ്ഗ്, അതായത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. അപ്പോൾ അത് എവിടെയാണ് കാണപ്പെടും, അതും നമ്മൾ ഒത്തിരി തവണ വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ഇനി വായിക്കും, നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാണ്. കണ്ടില്ലേ, വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? അത് നമ്മൾ ഓൾറെഡി വായിച്ചു, മുകളിൽ ഇവിടെ വായിച്ചിരുന്നു, ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു, നമ്മൾ ഒരുപാട് തവണ മനസ്സിലാക്കി അല്ലേ. അടുത്ത നോക്കൂ, കുറച്ച് പോയിന്റ്സ് ആണ്. ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഇൻ പ്ലാന്റ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ദ മെയിൽ ഗാമീറ്റ് ആർ സീൻ ഇൻ ദ pollen grain part of androecium. Egg is seen in the ovule. Ovule is inside the ovary. Ovary is the part of gynoecium. അടുത്തതൊരു ചോദ്യമാണ്. What is meant by fertilization? What is the importance of fertilization in plants? The fusion of male gamete with the egg is called fertilization. Fruits are formed in plants after fertilization. നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതിരിക്കുക. മറ്റ് ഇനി വരുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കും. അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിച്ച് വയ്ക്കാം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതുപോലെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. ക്ലാസ്സൊക്കെ എന്തായാലും കാണുക. ഇനിയും സപ്പോർട്ട് ചെയ്യുക ചാനൽ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടും. സ്പീച്ച് വീഡിയോസ് ആവാം, നോട്ട് വീഡിയോസ് ആവാം, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ 6ാം ക്ലാസ്സിലത്തെ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം ആ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യാം എന്തായാലും. അപ്പം അതുപോലെ നിങ്ങൾക്കൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മലയാളം 1ാമത്തെ പാഠം, കേരള പാഠാവലിയിൽ 1ാമത്തെ പാഠം ഒരു ചിത്രം എന്നുള്ള കവിത ബേസ്ഡ് നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് നാളെ കൊടുത്തിട്ട്, കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. അതുപോലെ ഇംഗ്ലീഷത്തെ ഒരു മേജർ വർക്ക്ഷീറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ റെയിൻ ഓഫ് ലവ് എന്നതിൻ്റെ രാജാസ് തോട്ട്സ് ഓഫ് രാജ എന്നും പറയാം. അപ്പം അത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ തന്നൊരു വർക്ക്ഷീറ്റാണ്. അത് ഇന്നും പൂർത്തിയാക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ കാണാം. അതുപോലെ നിങ്ങൾക്ക് ഇന്നും ഏതെങ്കിലും തരത്തിൽ വീഡിയോസ് വേണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുവരെ ചെയ്ത നോട്ട് വീഡിയോസ് എല്ലാവരും കാണുക. ബേസിക് സയൻസിൻ്റെ പാർട്ട് 1 വീഡിയോ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആദ്യം തന്നെ പോയി കാണുക. അപ്പം എൻ്റെ ചാനൽ സർഗാസ് വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് ഒന്നും കൂടി വീഡിയോ കണ്ട് എഴുതിയെടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ വഴി ഇല്ല നോട്ട്സും ആവാം, അതും നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ടീച്ചേഴ്സിനൊക്കെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നോട്ട് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.